നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ശക്തമായ ചൂടും താപനില മുന്നറിയിപ്പും ഒക്കെ ഉണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മലയോര മേഖലകളിൽ അതിശക്തമായ മഴ ഉച്ചയ്ക്ക് ശേഷം മുതൽ പെയ്തു തുടങ്ങി. ഇടിവെട്ടും മിന്നലും ഒക്കെ തന്നെ കാര്യമായി തന്നെ ഉണ്ട്. മഴയും പെയ്യുന്നുണ്ട്, കാറ്റും വീശുന്നുണ്ട്. എന്തായാലും വളരെ ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. ഒരു ആശ്വാസം, ചൂടിനൊരു ആശ്വാസം എന്നോളം മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം, മഴ പെയ്തു കഴിഞ്ഞാലും ഒരു പ്രത്യേകതരം ഒരു ആവി എടുക്കും, ചൂട് കൂടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്നാലും രാത്രിയിലെങ്കിലും ഒരല്പം തണുത്ത് ആശ്വസിച്ച് കിടന്ന് ഉറങ്ങാം എന്ന പ്രതീക്ഷയാണ് മഴ പെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. എന്തായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ വരികയാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വ്യാഴാഴ്ചയും, പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ വെള്ളിയാഴ്ചയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിൽ ശനിയാഴ്ചയുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ് വരുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇടുക്കിയിലും വയനാടും ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും താപനില മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. 40 ഡിഗ്രിക്ക് മുകളിലാണ് താപനില. എവിടെയാണ്? പാലക്കാട്. എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ കഴിയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് പാലക്കാട്ടെ ജനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഒന്ന് ചവിട്ടി നിന്ന് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ് മാറിയാൽ പോലും അവിടെ വിയർപ്പ് തളങ്ങൾ കെട്ടിക്കിടക്കുന്നത് കാണാൻ സാധിക്കും. അത്തരത്തിൽ വിയർത്തൊഴുകുന്ന ഒരു അവസ്ഥയിലേക്ക് പാലക്കാട്ടെ ജനങ്ങളുടെ നിലവിലെ സാഹചര്യം മാറുകയാണ് എന്ന് നമ്മൾ ഭീതിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. എന്തായാലും കൊല്ലം, കോഴിക്കോട് ജില്ലകൾ 30 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും മഴ കൂടി മാനത്ത് തെളിഞ്ഞതോടുകൂടി ഒരു ആശ്വാസമുണ്ട്. പക്ഷെ അപ്പോഴും ശക്തമായ ചൂട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. 1 മണിയോട് കൂടിയാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. മലയോര മേഖലകളിലൊക്കെ തന്നെ, തെക്കൻ മലയോര മേഖലകളിലൊക്കെ തന്നെ ഇപ്പോഴും ശക്തമായ ഇടി വെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വിവിധ ഇടങ്ങളിലാണ് മഴ പെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം, മഴ പെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ നമുക്ക് മുന്നിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു 1 കിലോമീറ്റർ അപ്പുറം അല്ലെങ്കിൽ 2 കിലോമീറ്റർ അപ്പുറത്ത് മഴയെ ഉണ്ടാവുകയില്ല. അതിന്റെ ഒരു ലക്ഷണം പോലും ഉണ്ടാകാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ കാലാവസ്ഥ വ്യതിചലിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ചൂട് തന്നെ ആയിരിക്കുമെന്ന റിപ്പോർട്ടുകൾ നമ്മെ ഭയപ്പെടുത്തുകയാണ് എന്ന് കൂടി ഓർക്കുകയാണ്. എന്തായാലും ആശ്വാസമായി മഴ വിവിധ ഇടങ്ങളിൽ പെയ്യുകയാണ്.